സ്നേഹമുള്ളവരെ, ഗുഡ്നസ് ടി വി ഇപ്പോൾ എത്തിച്ചേർന്ന് നിൽക്കുന്നത് നെല്ലിക്കാമ്പൊയിൽ സെൻറ്റ് സെബാസ്റ്റ്യൻ ആർക്കി എപ്പിസ്കോപ്പൽ ദേവാലയ മുൻവശത്താണ് നമ്മളായിരിക്കുന്നത്. ഇന്നിവിടെ ഈ ഇടവക ജനത്തെ മുഴുവനും കണ്ണുനീരിലാഴ്ത്തിക്കൊണ്ട് ഒരു മൃതസംസ്കാര ശുശ്രൂഷ നടക്കുകയുണ്ടായി. കാരാമയിൽ അൽഫോൺസ ജേക്കബ് എന്ന 19-കാരിയുടെ ആകസ്മികമായ മരണത്തെ തുടർന്ന് ഇന്ന് മൃതസംസ്കാര ശുശ്രൂഷ നടന്ന ആ ദേവാലയ മുറ്റത്താണ് നമ്മളായിരിക്കുന്നത്. വിമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലെ സൈബർ സെക്യൂരിറ്റി കോഴ്സ് 2ാം വർഷ വിദ്യാർത്ഥിനിയായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട അൽഫോൻസ അമ്മയുടെ തിരുനാളിൽ ജന്മദിനം ആഘോഷിക്കുവാൻ വേണ്ടി ഭാഗ്യം ലഭിച്ച അൽഫോൻസ ജേക്കബ്. അവളുടെ വിയോഗത്തിൽ ഈ ഇടവക മുഴുവനും ദുഃഖത്തിലാണ്. നമുക്ക് അതിൻ്റെ ആ ദുഃഖങ്ങൾ പങ്കുവയ്ക്കുന്ന ബഹുമാനപ്പെട്ട വികാരിച്ചനുൾപ്പെടെ വിശ്വാസ പരിശീലകരും നമ്മോട് ചേരുകയാണ്. നമുക്ക് അൽഫോൻസയെ അടക്കം ചെയ്തിരിക്കുന്ന ആ കല്ലറയിലേക്ക് നമുക്കൊന്ന് പോകാം. അൽഫോൻസയെക്കുറിച്ച് സാറിൻ്റെ ഓർമ്മകൾ ഒന്ന് പങ്കുവയ്ക്കാം. ഞാൻ ഇവിടെ വേദപാഠം പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട് 10-20 വർഷത്തോളമായി. എങ്കിൽ ഞാൻ 7ാം ക്ലാസ്സിൽ പഠിപ്പിച്ച കുട്ടിയാണ് അൽഫോൻസ എന്ന് പറയുന്നത്. സാധാരണ കുട്ടികളെക്കാളൊക്കെ നിശബ്ദയായും എല്ലാ കാര്യങ്ങളും കൃത്യതയോടുകൂടിയും അനുസരണയോടുകൂടിയും ചെയ്തിരുന്ന കുട്ടിയാണ്. സൺഡേ സ്കൂളിലാണെങ്കിലും ദേവാലയത്തിലെ പ്രാർത്ഥനയിലാണെങ്കിലും മിഷൻ ലീഗിൻ്റെ പ്രവർത്തനങ്ങളിലാണെങ്കിലും ഇപ്പോൾ KCYM പ്രവർത്തനങ്ങളിലാണെങ്കിലും വളരെ സജീവമായി പങ്കെടുക്കുകയും സഭയോടും വൈദികരോടും അധ്യാപകരോടും എല്ലാവരും വളരെ സ്നേഹത്തോടു കൂടി പെരുമാറുന്ന ഒരു കൊച്ചായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്കെല്ലാവർക്കും വളരെയധികം വിഷമമുണ്ട്. കാരണം കൊച്ചിൻ്റെ അൽഫോൻസയുടെ മരണമെന്ന് പറയുന്നത് ആർക്കും ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നതല്ല. കേവലം 19 വയസ്സ് മാത്രം പ്രായമുള്ള അൽഫോൻസയുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ നമ്മുടെ പൂന്തോട്ടത്തിൽ നിന്നും ഈശോയ്ക്ക് ഇഷ്ടമുള്ള പൂക്കളാണ് നമ്മൾ പറിച്ച് സമർപ്പിക്കുന്നത്. എന്നതുപോലെ തന്നെ ഏറ്റവും നല്ലൊരു പുഷ്പമായി വളർന്നു വന്നിരുന്ന അൽഫോൻസയെ ദൈവത്തിൻ്റെ പക്കലേക്ക് ദൈവം നേരത്തെ തന്നെ വിളിക്കുകയും ആ വിളി സ്വീകരിച്ചുകൊണ്ട് അൽഫോൻസ ഇന്ന് സ്വർഗത്തിലായിരിക്കുന്നുവെന്ന് ഞങ്ങളെല്ലാവരും വിശ്വസിക്കുകയും ചെയ്യുന്നു. അൽഫോൻസ ജേക്കബിനെ പ്രഥമ ദിവികാരുണ്യ സ്വീകരണത്തിന് ഒരുക്കിയ സിനി ടീച്ചർ ഇപ്പോൾ നമ്മളോട് ചേരുന്നു. ടീച്ചറെ, അൽഫോൻസയെക്കുറിച്ച് ടീച്ചറിൻ്റെ ഓർമ്മകൾ ഒന്ന് പങ്കുവയ്ക്കാം. ഞാൻ 4ാം ക്ലാസ്സിലാണ് ഇവിടെ വേദപാഠം പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അൽഫോൻസ എൻ്റെ 2 ബാച്ചായിരുന്നു അന്ന് 2 ബാച്ചായിട്ടാണ് വേദപാഠ ക്ലാസ് ഉണ്ടായിരുന്നത്. അവൾ വേറെ ഷാൻഡി സിസ്റ്ററിൻ്റെ ക്ലാസ്സിലായിരുന്നു. പക്ഷേ ആദ്യ കുർബാനയ്ക്ക് ഞങ്ങൾ ഒന്നിച്ചിരുത്തിയാണ് ഇവരെ ആദ്യ കുർബാനയ്ക്കായിട്ട് ഒരുക്കിയത്. എനിക്ക് ഓർമ്മ, ഇന്ന് അവളെ വെള്ള ഉടുപ്പും നെറ്റും മുടിയും എല്ലാം വെച്ച് അവളെ കൊണ്ടുവന്നപ്പോൾ അന്ന് ആദ്യ കുർബാനയ്ക്ക് ഞങ്ങൾ ഒരുക്കിയ ഒരോർമ്മയാണ് എൻ്റെ മനസ്സിലേക്ക് വന്നത്. എപ്പോൾ വിളിച്ചാൽ അൽഫോൻസ എന്ന് വിളിച്ചാൽ ആ ടീച്ചറെ എന്നും പറഞ്ഞുകൊണ്ട് ചിരിച്ചുകൊണ്ട് മുഖത്തെപ്പോഴും സന്തോഷവതിയായിരുന്നു അൽഫോൻസ. എപ്പോഴും ഒരിക്കൽ പോലും അവൾ നമ്മളോടൊരു വളരെ ഇഷ്ടത്തോടു കൂടി നമ്മളൊന്ന് വിളിച്ച്, അതുപോലെ ജൂലൈ 22-ന് എല്ലാ വർഷവും ഞാൻ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറയുമായിരുന്നു. അപ്പോൾ താങ്ക് യു ടീച്ചറെ എന്നും പറഞ്ഞാൽ പറയുന്ന ഓർമ്മ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നു. അൽഫോൻസയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഞങ്ങൾക്കൊക്കെ ഒത്തിരിയേറെ വേദനയാണ്. കാരണം ഈ സൺഡേ സ്കൂളിൽ പഠിച്ച് പ്രത്യേകിച്ച് ചെറുപുഷ്പ മിഷൻ ലീഗിലൂടെ വളർന്ന് നല്ല മിടുക്കിയായി ജീവിച്ച ഒരു കൊച്ചു മാലാഖയാണ് അൽഫോൻസ. അവളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഈ 12 വർഷവും മുടങ്ങാതെ ഈ സൺഡേ സ്കൂളിൽ വരികയും അതിരൂപതയിൽ നിന്ന് അതിൻ്റെ സമ്മാനം ഏറ്റുവാങ്ങുകയും ചെയ്ത കൊച്ചാണ് അൽഫോൻസ. വളരെ സജീവമായി ഈ ഇടവകയിലും സൺഡേ സ്കൂളിലും KCYM എല്ലാം പ്രവർത്തിച്ച അൽഫോൻസ ഈ ഇടവകയ്ക്ക് അവളുടെ വേർപാട് തീരാ നഷ്ടമാണ്. സ്നേഹമുള്ളവരെ, അൽഫോൻസ ജേക്കബ് ഇവിടെ KCYM വളരെ സജീവമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. KCYM പ്രസിഡന്റ് അജയ് ഇപ്പോൾ നമ്മളോട് ചേരുന്നു. അജയ്, KCYM പ്രവർത്തനങ്ങളിൽ നമ്മുടെ അൽഫോൻസയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഒന്ന് പറയാമോ? അൽഫോൻസ KCYM നമ്മുടെ നെല്ലിക്കാമ്പ് യൂണിറ്റിൻ്റെ ഒരു സജീവമായ പ്രവർത്തകയായിരുന്നു. അൽഫോൻസിൻ്റെ ചേട്ടൻ നമ്മുടെ യൂണിറ്റ് പ്രസിഡൻ്റൊക്കെ ആയിരുന്ന സമയത്താണ് അൽഫോൻസ നമ്മുടെ KCYM കടന്നു വരുന്നത്. അപ്പം എൻ്റെ ഒരു അനിയത്തിയെ പോലെയാണ് നമ്മളെല്ലാം കണക്കാക്കിയിരുന്നത് അൽഫോൻസയെ. നമ്മുടെ കലാമത്സരങ്ങൾക്കും മറ്റുമായിട്ട് അൽഫോൻസയും കൂട്ടുകാരെല്ലാം വരുന്ന സമയത്ത് വളരെ ആക്റ്റീവായിട്ട് എല്ലാ മത്സരങ്ങളിലും പങ്കെടുക്കാനും അതുപോലെ നമ്മുടെ KCYM നമ്മുടെ നൈറ്റ് വിച്ചുകളിലും പ്രാർത്ഥനകളിലെല്ലാം സജീവമായി പങ്കെടുത്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ അൽഫോൻസ. അപ്പം
നമുക്ക് ഈ വേർപാട് ഏറ്റവും ദുഃഖമേറിയ ഒരു വാർത്തയായിട്ടാണ് ഇന്നലെ നമ്മൾ കണ്ടത് തന്നെ. അൽഫോൻസയുടെ ഈ ഒരു യോഗത്തിൽ KCMന് തീർത്താൽ തീരാത്ത ഒരു നഷ്ടമായിട്ടാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. എങ്ങനെ പറയുകയാണെന്നറിയില്ല. കാരണം അത്രയുമേറെ നമ്മുടെ KCMായിട്ട് പ്രവർത്തിച്ച് എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മളോട് കൂടെ നിന്നുകൊണ്ടിരുന്ന ഒരു പ്രവർത്തക നമ്മളിന്ന് പിരിയുമ്പോൾ KCM സംഘടനയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ എല്ലാ യുവജനങ്ങൾക്കും ഒരു തീരാത്ത നഷ്ടം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. നെല്ലിക്കാമ്പൊയിൽ സെൻറ്റ് സെബാസ്റ്റ്യൻ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ ദേവാലയത്തിലെ ഇടവകയുടെ വികാരി വെരി റവറൻ ഫാദർ ജോസഫ് കാവനാടി അച്ഛൻ ഈ നിമിഷത്തിൽ നമ്മളോട് ചേരുകയാണ്. ഇന്ന് അൽഫോൻസ ജേക്കബിൻ്റെ ശവസംസ്കാര കർമ്മമായിരുന്നു നടന്നത്. നൂറുകണക്കിന് ആളുകൾ അതിൽ പങ്കുചേരുകയുണ്ടായി. ഇടവക്കാരും ഇടവക്കാർക്കല്ലാത്തവരും അതുപോലെ തന്നെ കൂടത്തിൽ പഠിക്കുന്നവരുമായ നൂറുകണക്കിന് ആളുകൾ അതിൽ പങ്കെടുക്കുകയുണ്ടായി. അതിൽ പങ്കെടുത്ത എല്ലാവരും തന്നെ ആ കർമ്മങ്ങളുടെ അവസാനമായപ്പോഴേക്കും എല്ലാവരും തന്നെ കണ്ണീരണിയുന്നതായിട്ടാണ് കാണുവാൻ സാധിച്ചത്. കാരണം അവളെ എത്രമാത്രം ഇവിടുത്തെ കുടുംബാംഗങ്ങൾക്ക് പുറമേ, മാതാപിതാക്കൾക്ക് പുറമേ നാട്ടുകാരും മറ്റുള്ളവരും സ്നേഹിച്ചിരുന്നു എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ്. വലിയ കാര്യങ്ങളൊന്നും അവൾ ചെയ്തതായിട്ട് നമുക്ക് പറയുവാൻ സാധിക്കില്ലെങ്കിൽ പോലും എന്തുകൊണ്ടാണ് അവളെ ഇത്രമാത്രം സ്നേഹിച്ചത് എന്ന് പറഞ്ഞാൽ, ഈ കാലഘട്ടത്തിൽ മറ്റു കുട്ടികൾക്ക് മാതൃകയാകുന്ന രീതിയിൽ ചെറിയ ചെറിയ അവളുടെ പെരുമാറ്റങ്ങളും അതുപോലെ തന്നെ സംസാര രീതികൾ, എളിമയോടുള്ള പെരുമാറ്റം, പുഞ്ചിരിച്ചുകൊണ്ട്, അധികം സംസാരിക്കില്ലെങ്കിൽ പോലും പുഞ്ചിരിച്ചുകൊണ്ട് എല്ലാവരോടും ഇടപെടുന്ന രീതികൾ, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഒരു പക്വത നിറഞ്ഞ ഒരു ജീവിതമായിരുന്നു അവളുടേത്. അധികം പ്രായമൊന്നും ആയില്ലെങ്കിൽ പോലും 19 വയസ്സ് ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും ആ കാലഘട്ടം കൊണ്ട് തന്നെ ചെറിയ ചെറിയ പ്രവൃത്തിയിലൂടെ മറ്റുള്ളവരുടെ എല്ലാ ഹൃദയങ്ങളിൽ, ഇന്നിവിടെ കൂടിയ നൂറുകണക്കിന് ആളുകളുടെ ഹൃദയങ്ങളിൽ, അവരുടെയൊക്കെ ഹൃദയങ്ങളിൽ മനസ്സിൽ വേദനയുണ്ടാക്കിയും ഒപ്പം തന്നെ ഒരു ഓർമ്മയായിട്ട് നിലനിൽക്കുവാനായിട്ട് അവർക്ക് സാധിച്ചു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്നത്തെ ന്യൂ ജനറേഷൻ കാലഘട്ടം എന്ന് പറയുമ്പോൾ അടിച്ചു പൊളിച്ച് ജീവിച്ചുകൊണ്ട് കുറച്ച് കൂട്ടുകാരുമൊത്ത് കഴിയുന്ന അവർക്കൊക്കെ അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു ജീവിതമായിരുന്നു അവളുടേത്. കാരണം വേദപാഠത്തിന് 12 വർഷക്കാലം ഇവിടെ വേദപാഠം പഠിച്ചപ്പോൾ ഒരു ദിവസം പോലും ആബ്സെൻ്റ് ആകാതെ എല്ലാ ദിവസത്തെയും ആദരവുള്ള ഒരു കുട്ടി എന്ന നിലയിൽ രൂപതയിൽ നിന്നും അവൾക്ക് സമ്മാനം കിട്ടുകയുണ്ടായി. അതുപോലെ തന്നെ അവളെപ്പറ്റി പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇതൊരു യാദൃശ്ചിക സംഭവമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഒരു തമ്പുരാൻ്റെ പദ്ധതിയുടെ ഫലമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം 3 ആൺമക്കളുണ്ടായതിന് ശേഷം ജാക്കോസാറിനും മറ്റും ഒരു പെൺകുട്ടിക്ക് വേണ്ടി അല്ല ഒരു കുട്ടിക്ക് വേണ്ടി അവരെ പ്രാർത്ഥിച്ച് ഒരുങ്ങിക്കഴിഞ്ഞപ്പോൾ അവർക്ക് ലഭിച്ചത്, ഈ പെൺകുട്ടി ജനിക്കുന്നത് അൽഫോൻസാമയുടെ തിരുനാളിനോടനുബന്ധിച്ച് ജൂലൈ 28-ാം തീയതിയാണ്. അതുകൊണ്ട് തന്നെ അവൾക്ക് അൽഫോൻസ എന്ന് പേരിടാനും കാരണമായി. ഇന്ന് ഈ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത ഇവിടെയുള്ള പലരും സൂചിപ്പിക്കുകയുണ്ടായി, എല്ലാ വർഷവും അൽഫോൻസാമയുടെ തിരുനാളിനോടനുബന്ധിച്ച് 28-ാം തീയതി പായസമുണ്ടാക്കുമ്പോൾ ആളുകൾ പായസമുണ്ടാക്കുന്ന തിരക്കിൽ അതിൻ്റെ ഇടയിൽ പുഞ്ചിരി തൂക്കിക്കൊണ്ട് അവൾ ഒരു പൊതി മിഠായിയുമായിട്ട് കടന്നു വന്ന് എല്ലാവർക്കും കൊടുക്കുമായിരുന്നു. ഇപ്പോഴാ ചേട്ടന്മാർ എന്നോട് പറയുകയുണ്ടായി, അടുത്ത വർഷം നമുക്ക് മിഠായി തരാനായിട്ട് അൽഫോൻസ ഇല്ല എന്നുള്ള ഒരു കാര്യം. അപ്പോഴിത് തമ്പുരാൻ നിശ്ചയിച്ച് എത്ര വർഷക്കാലം ജീവിച്ചു എന്നുള്ളതല്ല, ഒരു മനുഷ്യൻ എത്ര കാലം ജീവിച്ചു എന്നതിനേക്കാൾ ഉപരിയായിട്ട് എങ്ങനെ ജീവിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇത്രയും ഈ ചെറിയ കാലയളവിൽ ചെറിയ ചെറിയ പ്രവൃത്തിയിലൂടെ അവർക്ക് ഇത്രയും ജനങ്ങളുടെ മനസ്സിൽ കയറുവാനായിട്ടും മറ്റുള്ളവർക്ക് ഒരു മാതൃകയായി തീരുവാനായിട്ടും കാരണമായത്. അൽഫോൻസാമ്മ വിവാഹ ജീവിതം ഇഷ്ടപ്പെടാത്തതുകൊണ്ട് കല്യാണമൊക്കെ ആലോചിച്ചപ്പോൾ അതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് സ്വയം പൊള്ളലേറ്റു എന്നാണ് പറയുന്നത്, പൊള്ളിച്ചു എന്നാണ് പറയുന്നത്. ഇവിടെ എനിക്ക് തന്ന ഒരു കുടുംബജീവിതം നയിക്കാനായിട്ട് തമ്പുരാന് വേണ്ടി അൽഫോൻസാമ്മ തൻ്റെ ജീവിതവും മനസ്സും എല്ലാം മാറ്റിവെച്ച് സമർപ്പിച്ചതുകൊണ്ടാണ് അവൾ ഇപ്രകാരം മറ്റൊരു ജീവിതത്തിന് വേണ്ടി ഇഷ്ടപ്പെടാതിരുന്നത്. അൽഫോൻസാമ്മയുടെയും അതുപോലെ തന്നെ
ഈശോയുടെയും ഒക്കെ പ്രവർത്തനത്തിൻ്റെ ഫലമായിരിക്കാം തീർച്ചയായിട്ടും അവളെ ഈശോയ്ക്ക് വേണ്ടി തൻ്റെ മനസ്സും തന്നെയും തൻ്റെ ജീവിതവും സമർപ്പിക്കുവാൻ വേണ്ടി അൽഫോൻസാമയുടെ മാധ്യസ്ഥം ചിലപ്പോഴിതിൻ്റെ പിന്നിലുണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ കാലഘട്ടത്തിൽ മറ്റുള്ളവർക്ക് മാതൃകയാകാൻ പറ്റിയ ഒരു നല്ല ജീവിതം നയിച്ചുകൊണ്ടാണ്, മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു ഓർമ്മ പകർന്നുകൊണ്ടാണ്, മാതൃകയായിക്കൊണ്ടാണ് അൽഫോൻസ ജേക്കബ് നമ്മളിൽ നിന്നും, അല്ലെങ്കിൽ ഈ ലോക ജീവിതത്തിൽ നിന്നും പുതിയ ഈശോയുടെ ജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും സ്വർഗത്തിലിരുന്നു കൊണ്ട് നമുക്കെല്ലാവർക്കും വേണ്ടി അവൾ പ്രാർത്ഥിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.